വെൽക്കം ബാക്ക് ടു ഡിഷഫ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തും യൂട്യൂബറായിട്ടുള്ള ടീന എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ടൊർണാഡോ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിവിടെ ആറ്റുകാൽ പൊങ്കലായിട്ട് അവധിയാണ്, പ്രാദേശിക അവധിയായ കാരണം വീട്ടിലിരിക്കുക. അപ്പോഴാണ് ഈ ചലഞ്ച് കണ്ടത്. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ടീന പറയണത് ഞാൻ കേൾപ്പിക്കാം. ഐഷാസ് ക്രിയേഷൻസ് ബൈ ടീന ഫേസി. അപ്പോൾ ഞാനിനിയിപ്പോൾ ആരെങ്കിലും ചലഞ്ച് ചെയ്യുന്നല്ലോ, അപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഫൗസീസ് റെസിപ്പീസിലെ ഫൗസി തനയും പിന്നെ ഡിഷഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസിലെ ദീപയുമാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ചലഞ്ച് ഏറ്റെടുക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കി പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യട്ടോ. കാരണം എളുപ്പമല്ലേ, ഞാൻ അവരോട് പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ചലഞ്ച് ചെയ്യുക. എന്താണെങ്കിലും ഈ വീഡിയോ വഴി അവർ അറിഞ്ഞോട്ടെ. ഓക്കെ, അപ്പം ഞാൻ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ടൊർണാഡോ ഓംലെറ്റ് തയ്യാറാക്കിയിട്ടില്ല. വീഡിയോസൊക്കെ കണ്ട് പഠിക്കുകയാണ്. ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വരുന്നത് ശരിയാവുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടുപേരും കൂടെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അശ്വതീസ് റെസിപ്പീസ് ആൻഡ് ടിപ്സിലെ അശ്വതീനെയും അതേപോലെ അഞ്ജലീസ് ഫുഡ് കോർട്ടിലെ അഞ്ജലീനെയാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും വരും ദിവസങ്ങളിൽ വീഡിയോസ് ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടീനയുടെയും അഞ്ജലിയുടെയും അശ്വതിയുടെയും യൂട്യൂബ് ചാനലുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യാം. 3 നല്ല ചാനലാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൊർണാഡോ ഓംലെറ്റ് തയ്യാറാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാനും ഇതൊരു ഫണ്ണി വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടൊർണാഡോ ഓംലെറ്റ് തയ്യാറാക്കാൻ പോവാണ്. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല, ഇത് തയ്യാറാക്കണ വിധം മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിച്ചതാണ്, അതേപോലെ ഉപ്പും ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസിപ്പിയിലെല്ലാ കാര്യം തയ്യാറാക്കണ വിധമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ മുന്നേ തയ്യാറാക്കി നോക്കിയിട്ടില്ല. ഇന്ന് കാലത്താണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനൊക്കെ ഉറങ്ങാം. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ചോപ്പ് സ്റ്റിക്ക് ഇല്ല, ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിക്ക ഉണ്ടാക്കില്ലേ, ചിക്കൻ ടിക്കയുടെ 2 കോല് ഒരുമിച്ച് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് തയ്യാറാക്കാൻ ശ്രമിച്ച് നോക്കാം. ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാൻ പോകണം. അപ്പോൾ എത്ര വട്ടം ചെയ്ത് നോക്കണമെന്ന് പറയാൻ പറ്റില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ കുറേശ്ശെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ മുട്ട പൊരിക്കണ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഈ എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നില്ല ശരിയാവോ തെറ്റാവോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് മനസ്സിൽ. അപ്പോൾ ഞാൻ സ്റ്റിക്ക് എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ചൂടായിട്ടുണ്ട്. എൻ്റെ ഒരു നിഗമനമാണ്, ഒരുപാട് ചൂടായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല എന്ന്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറേശ്ശെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കുറേശ്ശെ പിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കാണിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായി 2 സൈഡിൽ നിന്നും കേടായി എടുത്തിട്ടുണ്ട്. കേടായി മക്കളെ, കേടായി. ശരിയായില്ല കേട്ടോ, പക്ഷേ ചുളിവുകളൊക്കെ വന്നു. അപ്പോൾ ഇത് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇനി എന്നിട്ട് വേണം ഇത് തിന്നിട്ട് വേണം എനിക്ക് അടുത്ത് ട്രൈ ചെയ്യാൻ. അങ്ങനെ വീണ്ടും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. സാധാരണ ഒരാഴ്ച കിട്ടാണ് കേട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാം. ഈ ആഴ്ചക്കുള്ള മുട്ടയാണ് ഈ പോണത്. ഇനി ഞാൻ എടുക്കില്ല. അതിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇത് ശരിയായില്ലെങ്കിൽ ഞാനത് ഇവിടെ നിർത്തിയിട്ട് പോവും, അല്ലെങ്കിൽ എന്നെ ഓടിക്കും വീട്ടിൽ നിന്ന്. അതും ശരിയായില്ല, അതും ഫ്ലോപ്പായിട്ടാണ്, എനിക്ക് പറ്റണില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇതും ശരിയായില്ല. പക്ഷെ എനിക്ക് ഒരെണ്ണം കൂടെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ഞാൻ അല്ലെങ്കിൽ തോറ്റ പോലെ ആവില്ലേ. അപ്പോൾ ഇതെന്തായാലും രാത്രിയിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും മസാലയൊക്കെ ഇട്ടിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ദയനീയമായി പരാജയപ്പെട്ട് എനിക്കെന്തോ തോൽവി സമ്മതിക്കാൻ തോന്നണില്ല.
പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ട എടുത്തു. ഇനി 2 എടുക്കാൻ എനിക്ക് തോന്നണില്ല. ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ ട്രൈ ചെയ്യില്ല. തോറ്റു ഇത്ര തന്നെ. ചൂടായിട്ടുണ്ടെന്ന് തോന്നണു. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈ കാരണം കാണുന്നില്ല എന്ന് തോന്നണു അല്ലേ. ഞാനിനി ഈ ചീനച്ചട്ടി തിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ കൈ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകുമെന്ന് തോന്നണം. അതാണ് ഞാൻ കൈ എടുക്കാത്തത്. വലിയ കാര്യമായിട്ട് ശരിയായില്ലെങ്കിലും എന്തോ ശരിയായെന്ന് തോന്നണം. കുറച്ച് പാനാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നീക്കാറുന്നത്. എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റണില്ല. കൈ അവിടെ നിന്ന് എടുക്കാണ്ട് ഞാൻ നോക്കുന്നതാണ്. ഇല്ല, എന്നാലും അത് ശരിയായിട്ടൊന്നുമില്ല. എനിക്കറിയാനുണ്ട് അത്. മറ്റുള്ളവർ ചെയ്ത അത്ര ഭംഗിയിലൊന്നും വരുന്നില്ല. ഞാൻ ഏകദേശം ഒപ്പിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ തോൽവി സമ്മതിച്ചു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കില്ല. ഞാനത് ചെയ്യും, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യും. ശരിക്കും ഈ ടൊർണാഡോ ഓംലെറ്റ് കൊറിയൻസ് റൈസിൻ്റെ മേലെയാണ് സെർവ് ചെയ്യുക. ബിരിയാണി പോലെ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഇരിക്കുന്ന റൈസിൻ്റെ മേലെ. അപ്പം ഇവിടെ അതൊന്നും ഇല്ലാത്ത കാരണം സാധാരണ റൈസിൻ്റെ മേലെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. അശ്വതീസ് റെസിപ്പീസ് ആൻഡ് ടിപ്സും അഞ്ജലീസ് ഫുഡ് കോർട്ടും ഇത് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ തീർച്ചയായിട്ടും ഇത് പഠിക്കും. എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ എന്തെങ്കിലും ഒരിക്കൽ അപ്ലോഡ് ചെയ്യും. ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. ഫെയിലായിരുന്നു മാത്രം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.